ഒറ്റയ്ക്ക് ഓർമ്മകളായവർക്ക് ഇരുന്ന് കരയാൻ നല്ല സുഖം. നഷ്ടപ്പെടുന്ന കാലഘട്ടങ്ങൾ, ബാല്യം, കൗമാരം, യൗവനം, ഓർമ്മകൾ. ചുറ്റുപാടുകളും ചുറ്റുമുള്ളവരും മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് എഴുതണമെന്നുണ്ട്, പക്ഷേ കൈശ്വരം മോശമായിരിക്കുന്നു. പേന പിടിക്കാൻ പോലും സുഖം കിട്ടുന്നില്ല. വിരൽത്തുമ്പുകൾ കീബോർഡിൽ മാത്രമല്ലേ താളമീട്ടുന്നുള്ളൂ. കുറേ കാലങ്ങളായി ആഗ്രഹിച്ച മിഠായി ഗോപിയപ്പാപ്പൻ്റെ പീടികയിൽ പോയി മേടിച്ചു തിന്നാൽ ഹാപ്പിയാകുന്നൊരു ബാല്യമുണ്ടായിരുന്നു. വലുതായി ജോലി മേടിച്ച് മുറി നിറയെ മുട്ടായി നിറയ്ക്കണമെന്ന് സ്വപ്നം കണ്ടിരുന്ന ബാല്യം. ആ ബാല്യയ്ക്ക് കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് ഉറക്കിച്ചിരിക്കാൻ കഴിയുമായിരുന്നു. ഉത്സവപ്പറമ്പിൽ നിന്നും കളിപ്പാട്ടം മേടിച്ചു തരാൻ വാശി പിടിച്ചു കറിയുന്ന അവളുടെ നഷ്ടങ്ങൾ കൂടെയുള്ള കുട്ടിയുടെ കയ്യിലെത്തി ഇല്ലല്ലോ എന്നുള്ളതായിരുന്നു. നഷ്ടങ്ങളോർത്തുള്ള വിഷമത്തിൻ്റെ ആയുസ് കൂടി വന്നാൽ 1-2 മണിക്കൂറുകൾ. പിന്നെയും കൂട്ടുകാരുടെ കൂടെ കളിയും ചെയ്യും. വലുതാക്കേണ്ടിയിരുന്നില്ല. സന്തോഷിക്കാൻ മറന്നുപോയ ഈ യൗവനം, ആ ബാല്യത്തെ ഒരുപാട് മിസ് ചെയ്യുന്നു. ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി, ആരോടൊക്കെയോ മുഖംമൂടിയാണ് ചെയ്ത് ഇവിടെ തുടരുകയാണ്. പുതിയ കാലഘട്ടങ്ങൾ പഴയതിനെ വിഴുങ്ങിക്കഴിയുന്നു. ക്യാപ്ചർ ചെയ്ത മൊബൈൽ ഫോണിലെ ഫോട്ടോസ് മാത്രമായി അവയെല്ലാം ഒതുങ്ങിയിരിക്കുന്നു. ഓർമ്മകൾ, നഷ്ടകാലഘട്ടങ്ങളുടെ മാധുര്യങ്ങൾ, വേദനകൾ, എല്ലാം വെറും ഓർമ്മ മാത്രം. ഈ ഓർമ്മകൾ മാഞ്ഞുപോയാൽ, പക്ഷേ എനിക്ക് മറക്കണ്ട, ഒന്നും മറക്കണ്ട എനിക്ക്. ബാഡ്ലി, ഡീപ്ലി മിസ്സിങ് മൈ ഓൾഡ് ഡേയ്സ്. പഴയ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, വീട്, എല്ലാം പഴയതായോ? എന്തോ ഒരകൽച്ച. ഈ അകൽച്ചയെ ഞാൻ വല്ലാതെ ഭയക്കുന്നു. ഞാനെന്ന വ്യക്തി എന്നെ തന്നെ മറക്കുമോ അറിയില്ല. I just feel like missing myself.